ഹായ് ഹലോ ഗ്രീൻ ട്വൽവിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചെറിയ രീതിയിൽ പച്ചക്കറി തൈ നടന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടത്. പിന്നെ ഒരുപാട് പച്ചക്കറി തൈ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ സ്ഥലം മൊത്തം അലങ്കോലമായിട്ട് കിടക്കരുത്. ഞാനിപ്പോൾ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും പിന്നെ 2-3 പച്ചക്കറി തൈയും പിന്നെ വാഴ നടന്ന ഒരു വീഡിയോ ആയിരിക്കേണ്ടത്. പിന്നെ ഞാനിത് ചെയ്യണത് എൻ്റെ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് നമുക്കിത് ആരും പറഞ്ഞു തന്നല്ല, എനിക്കാരും പറഞ്ഞു തരാനില്ല. നമ്മൾ ഓരോ വീഡിയോ കാണുന്നതും പിന്നെ നമ്മുടെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. കഴിവെന്ന് വെച്ചാൽ അറിവുകളുണ്ടാവും. അപ്പോൾ അതനുസരിച്ചായിരിക്കും ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ കർഷകരുണ്ടാവും. അപ്പോൾ അത് അവരെന്തിട്ട് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോട്ടാ. ഇതാണ് നമ്മൾ വാങ്ങിയ ചെങ്കതിൽ കേട്ടോ. അത് ടിഷ്യൂ വാഴ കേട്ടോ. അതിൽ മറ്റേ സാധാരണ വാഴയുള്ളത്. ഇനി സ്പോട്ടിക്ക് പോകാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇത് മണ്ണൊക്കെ ഒത്തിരി വീടാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്ക് നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ചൂടെടുക്കും. അതെന്താ കാരണം വെച്ചാൽ വീട്ടിൻ്റെ പുറം സൈഡും അകം സൈഡും നമ്മൾ തേച്ചിട്ടില്ല. അത് കാരണം തന്നെ നല്ല രീതിയിൽ ഈ വശത്ത് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ അത് മറയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴക്കണം നട്ടിക്കണം കേട്ടോ. അപ്പം ഇനി വാഴക്കണം നടാം. ഇതാണ് കേട്ടോ, ഇത് ചെങ്കതിലാണ് സാധനം. ഇത് ചെങ്കതിലാണ് സാധനം. ഇതിലിപ്പോൾ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നട്ടതിന് ശേഷം ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് വളം ചെയ്താൽ മതി. അതിനുള്ള വളമൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. നമുക്ക് ആദ്യം ഇവിടെ നട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ നട്ടു. ശരിക്കും പറഞ്ഞാൽ കുഴി കുത്തിയൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചേക്കണത് ചെങ്കതിലയാട്ടോ വെച്ചേക്കണത്. ചെങ്കതിലയാണ് നമ്മൾ വെച്ചേക്കണത്. ഇത് റോബസ്റ്റാണ് കേട്ടോ. ഇത് റോബസ്റ്റ് ഇടാം. ഇതാണ് ആദ്യം വെച്ചത്. ഈ ഷീറ്റിൻ്റെ മുകളിലേക്കൊക്കെ വരുമ്പോഴേ അത്യാവശ്യം നല്ല തണൽ കിട്ടും. നല്ല രീതിയിൽ കാക്ക ഉറക്കുന്നുണ്ട് കേട്ടോ. എന്നെപ്പോഴും വിടാൻ ചാൻസ് കുറവാണ് കാക്കകൾ. മീനിൽ വെള്ളം മാറ്റാനായിട്ട് വെള്ളം കണക്ട് ചെയ്യുന്നത് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ തൈകൾ. ഈ തൈയിന് നമുക്ക് നടണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ ഡോറൊക്കെ തുറന്നു വയ്ക്കാം. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഈ പ്രാവശ്യം കോഴിക്കുഞ്ഞിക്ക് ലൈറ്റ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെയാണ് കേട്ടോ. പച്ചക്കറി തൈ നടന്നത് ഇവിടെയാണ്. ഞാൻ ആദ്യം തന്നെ ഇതോടെ വെച്ചിട്ട് അല്ലാതെ കണ്ട മീനുകൾ ചത്തിറങ്ങണ്ട. ചെറിയ മീനുകൾ പൊടിമീനുകളൊക്കെ ചത്തിറങ്ങണ്ട. ഇതൊക്കെ തവള വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാണ്ട് ഇതിക്കൊന്നും വരില്ല. ഒരു ജീവി ഇതിക്ക് വരില്ല. തവള മാത്രമേ വരാം. അതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ തവളേൻ്റെ അടുത്ത് കളയുന്നു, ബ്രാലിനൊക്കെ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞത് അങ്ങനെയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. ക്യാമറ എന്ന് പറയുന്നത് സ്റ്റാൻഡ് എവിടെയും സെറ്റ് ചെയ്യണം. സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പച്ചക്കറി തൈ നടണമെങ്കിൽ. അതിന് മുന്നേ തന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. ആദ്യം ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെയാണ് കിടക്കണം, അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. 2 ദിവസം മുന്നേ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തോർന്ന കാരണം കൊണ്ട് ഇപ്പം അടിച്ചിട്ട് നീങ്ങണ്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഇലയമൊക്കെ മണ്ണ് പറ്റിയിട്ടേ നല്ല രീതിയിൽ കനം വെച്ചു. അപ്പോൾ ഇത്തിരി സമയം എടുക്കുന്നുണ്ട് അടിച്ച് നീക്കാനായിട്ട്.
ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് കാരണം തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിലാണ് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മടുപ്പ് വരുന്നില്ല. ആരെന്ന് സമ്മാനം കിട്ടി? ആരെയും സമ്മാനം കിട്ടി? വെട്ടിക്ക് എങ്ങനെ വെട്ടിച്ചു? എങ്ങനെ വെട്ടിച്ചു പറയും? എന്നിട്ട് എഴുതി പരീക്ഷയില അമ്മയോ? ചെണ്ട എനിക്ക് പഠിപ്പിച്ചോട്ടാ, ഞാൻ അങ്ങോട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അല്ല പഠിപ്പിച്ചോളൂ, ഇത് പഠിപ്പിച്ചോട്ടാ. ചായ കുടിച്ചാ? ചായ കുടിച്ചാ? കയ്യങ്കാലും കിഴങ്ങാ? കയ്യങ്കാലും കിഴങ്ങാ? അവിടെ പോയി ചായ കുടിക്കി. അവിടെ ഇങ്ങോട്ട് വായോ, പച്ചക്കറി മീനാണോ? വേഗം തന്നെ ഇത് അടിച്ചു തീർത്തിട്ടേ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാലേ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പിന്നെ നേരം പോകണുണ്ടല്ലോ കേട്ടാ. ഇത് അടിക്കാൻ എനിക്ക് വിഷയമൊന്നുമില്ല, പക്ഷെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. അപ്പം തൈ നടാനും കൂടി സമയം ഉണ്ടാവില്ലേ. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സമയം പോയേട്ടാ. അങ്ങനെ എല്ലാ വശത്തും ചവറുകളും ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഒരു മൂലയ്ക്കാണ് നമ്മൾ എല്ലാ ചവറും കൂടി കൊണ്ടുവന്ന് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അതേപോലെ തന്നെ വാഴകൾ നടുന്നുണ്ട്. വാഴത്തൈ നടുമ്പോൾ ഇത്തിരി താഴ്ത്തി സ്ക്വയറായിട്ട് കുഴി കുത്തിയിട്ട് വേണം നടണമെങ്കിൽ. അപ്പോൾ അതിലേക്കെല്ലാം ഈ ചവറുകൾ ഫുള്ളും അതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ പൊതുവെ ചവറുകളൊക്കെ ഞാൻ അടിച്ച് കളയാറില്ല, അവിടെ തന്നെ ഇടാറ്. ഇപ്പം നല്ല രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇത് നല്ലൊരു വളമാണ്. അത് കാരണം കൊണ്ട് ഇത് നമുക്ക് കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല. മൊത്തം നനഞ്ഞിരിക്കുന്നതാണ്. കത്തിച്ച് കളയേണ്ട, കത്തിച്ച് കത്തില്ല. അത് കാരണം തന്നെ നമുക്കിത് അവിടെ കൊണ്ടുവന്നിടാം. അത് കഴിഞ്ഞിട്ട് വാഴ നടുമ്പോൾ അതിൻ്റെയൊക്കെ ഇത് ഇറക്കി വയ്ക്കാം കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് മണ്ണിട്ട് പൊക്കിണ്ടായിരുന്നു. ആ സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടേക്കൊന്ന് ഈ മണ്ണ് ഇവിടെ ഇത്തിരി പൊക്കമ്പുറമായിട്ട് നിൽക്കണം. അപ്പോൾ ഈ മണ്ണ് അങ്ങോട്ടൊന്ന് വെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് പുല്ലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നട്ടിട്ടുണ്ട്. ചിലത് കിളിർത്ത് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ പറിച്ച് കളയുന്നില്ല. അതൊക്കെ അങ്ങനെ നിൽക്കുന്നത് നല്ലതാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഒരു പറമ്പ് അങ്ങനത്തെ ഒരു രീതിയിൽ കിടന്നിരുന്നത്. ഒരു പച്ചില പോലും മുളച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ഞാൻ ഇങ്ങനെയാക്കി എടുത്താൽ കേട്ടോ. വാഴയൊക്കെ നട്ട് ഇത്തിരി തണലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ സെറ്റപ്പാക്കി എടുത്തണ ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഴവെള്ളം വന്നിട്ട് ഈ വശത്തേക്ക് ഫുള്ളും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ആ മഴക്കുഴി, അതായത് മഴച്ചാൽ, അതൊന്ന് ലെവലാക്കി കൊടുക്കണം ഞാൻ പെട്ടാ. ഈ ചെരുപ്പ് വഴുക്കുന്നുണ്ട്, അത് കാരണം ഞാൻ ചെരുപ്പ് ഊരി വെച്ചേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഞാൻ ഒരുപാട് കൊള്ളിയും ചേന, കപ്പലണ്ടി, കാളി, വഴുതനങ്ങ, പച്ചമുളക്, അതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ ലൈനിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഇടയ്ക്കൂടെയാണ് ഈ താറാവുകളും കോഴിയൊക്കെ നടന്നിരുന്നത്. പട്ടികളുടെ ശല്യം കൂടിയതിന് ശേഷമാണ് ഞാനത് അവറ്റുകളെല്ലാം വലയുടെ ഉള്ളിലാക്കിയിട്ടാണ്. ഇപ്പോൾ ഫ്ലൈ ഉണ്ടാക്കിയതിന് വരെ ഞാൻ ആ വലയുടെ ഉള്ളിലാണ് മാറ്റിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ താറാവിനും കോഴിനൊക്കെ നമ്മൾ കൂട്ടിലിട്ട് വളർത്താൻ തുടങ്ങിയ പിന്നെ നമ്മൾ ഈ പച്ചക്കറികളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടായി. പിന്നെ ഇപ്പോഴാണ് തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഇതുമ്പോൾ നിറച്ച് പച്ചമുളക് ഉണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിക്കാം. വെള്ളമുളക് കേട്ടത്, വെള്ള പച്ചമുളക്. പിന്നെ ചൂരിമുളക് അപ്പുറത്തുണ്ട്, അത് നമ്മൾ പൊട്ടിക്കുന്നില്ല. ഇത് നമുക്ക് ഫുള്ളും പൊട്ടിച്ച് മാറ്റാം.
പിന്നെ ഇതിനൊരു താങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. ഒടിഞ്ഞു വീണ് കിടക്കായിരുന്നു. ഇതിലൊരു 30-35 വെച്ചിട്ട് പച്ചമുളക് നമ്മൾ 3 പ്രാവശ്യമായിട്ട് പറിച്ചിട്ടുണ്ട് കേട്ടോ. 30 മേലെ ഉണ്ടായിരുന്നു ചില സമയത്ത് അതിന് കുറയും. എണ്ണം പറഞ്ഞത് തൂക്കം അറിയാത്ത കാരണം കേട്ടോ ഞാനിങ്ങനെ എണ്ണം പറഞ്ഞത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ തുടക്കക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവരുടെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ചെറിയ രീതിയിൽ പച്ചക്കറികളൊക്കെ നട്ട് അതിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോഴല്ല അതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഞാനത് അനുഭവിച്ച കാരണം ഞാൻ പറയണത്, ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാരണം പറയണത്. എനിക്കിതാരും പറഞ്ഞു തരാനില്ല കേട്ടോ. അത് കാരണം തന്നെ ഞാൻ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഹരിച്ചാണ്ട ഫാം ഉണ്ടല്ല മണ്ണുത്തിലി, അവിടേക്ക് ഞാൻ കോഴീനെ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ കൂടി കൊണ്ടുപോകാറുണ്ട്. അവന് ഈ ചെടികളോടുള്ള ഭയങ്കര പ്രാന്തുണ്ട്. അങ്ങനെ പോയാണ് ചെടികൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് പച്ചക്കറി തൈ വാങ്ങിയിട്ട് വെറുതെ നട്ടുമ്പോൾ നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടായി. വഴുതനങ്ങ ആയാലും തക്കാളി ആയാലും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ നട്ട് തുടങ്ങിയേട്ടാ. അതും കൂടി പറയാണ്. അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ ഗൾഫിലാണ്. അവനൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ. തുടക്കമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ സന്തോഷം ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇത് സ്വന്തമായിട്ട് ഭൂമി വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ തറവാട് വീടായാലും മതി. നമ്മുടെ തറവാട്ടിലാണ് നിൽക്കണേ. അതേപോലെ ഒരു വീടായാലും അതിൻ്റെ സൈഡിൽ ഇത്തിരി സ്ഥലമാണെങ്കിലും മതി. നല്ല രീതിയിൽ പച്ചക്കറിയൊക്കെ നടാൻ പറ്റും. നമുക്ക് വേണ്ട ഒരു കൈ നിറച്ച് കിട്ടി, ഒരു കയ്യിൽ ഫുള്ളും നിറയുണ്ടോ ഈ പച്ചമുളക്. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ പച്ചക്കറി നമ്മൾ എന്തിട്ടാണ് നടന്നത് അതേപോലെ നമുക്ക് ഒരുപാട് കിട്ടും. പിന്നെ വഴുതനങ്ങ വെക്കാൻ കാരണം എന്താ വെച്ചാൽ നല്ല വളമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ വഴുതനങ്ങ ഉണ്ടാവും. അത് ഉള്ളിയും സവാളൊക്കെ വാട്ടണ പോലെ തന്നെ ഇത് വാട്ടി കഴിക്കണമെങ്കിൽ അടിപൊളിയായിട്ടാണ്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ അതിനോട് ഇത്തിരി താല്പര്യം കൂടുതലാണ്. ഞാൻ കഴിക്കാത്തൊരു സാധനമാണിത്. പക്ഷെ ഞാനത് നട്ട് അത് എൻ്റെ വൈഫ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് കഴിച്ചിട്ടാണ് എനിക്കത് തോന്നിയത്. ഞാനത് കാരണം ഒരുപാട് തൈകൾ ഞാൻ വാങ്ങി വയ്ക്കാറുണ്ട് വഴുതനങ്ങയുടെ. പുള്ളിക്കാരെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ ആളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ ഇവിടെ ഫുള്ള് അടിച്ചു വരിയുണ്ട്. ഇവിടേക്കാണ് പച്ചമുളക് തൈകളൊക്കെ നടന്നത്. മഞ്ഞളുണ്ട്. ചേട്ടാ നമ്മളിത് വീടിൻ്റെ ഉമ്മർത്ത് നട്ടതാണ് വഴുതനങ്ങ. ഇത് ഉണ്ട വഴുതനങ്ങ കേട്ടത്. ഉണ്ട വഴുതനങ്ങയാണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ നടാം. ഈ ഏരിയയിൽ നടാം കേട്ടോ. ഇതേണ്ട ഇപ്പുറത്ത് കിട്ടോ. ഇതേണ്ട ഉണ്ട വഴുതനങ്ങയാണ് ഇട്ടത്. നമുക്ക് അവിടെ നടാം. ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുരുടിച്ച് നിൽക്കണം. നമുക്ക് ഇവിടെ നിന്ന് പറിച്ച് നടപ്പം ചിലപ്പോൾ മുളയ്ക്കാൻ, അതായത് അത്യാവശ്യം വളരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ. ഈ പച്ചക്കറികൾ നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ട്. ഇനി ചെറിയ തൈകളുണ്ട്, കിളുന്ത തൈകൾ, അതൊക്കെ നടണം നമുക്ക്. ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇനി ഇവിടെയൊക്കെ നടണം. ഇവിടെ എന്ന് വെച്ചാലേ
ഒരു ഇഷ്ടിക, അതായത് വലിയ കട്ടയുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് നടുള്ളൂ. ആ കട്ട എന്തിനാ വെക്കാന്ന് വെച്ചാൽ നമുക്കിത് ടാങ്ക് അടിക്കണല്ലോ, അത് കാരണം കൊണ്ട് അത് അങ്ങോട്ട് കുറച്ച് ഇറക്കി നട്ടണേ. അപ്പോൾ ഇവിടുത്തെ മണ്ണ് ലെവൽ ചെയ്തിട്ട് 2 വരി കട്ട വെച്ചിട്ട് നമുക്ക് ടാർപ്പായിട്ട് സെറ്റാക്കാം. അപ്പോൾ ഈ ടാങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അളവിൽ കറക്റ്റ് നിൽക്കും. പിന്നെ ഇവിടെ നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ട്, ശരി മഞ്ഞൾ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കാട്ടുചേമ്പ് നട്ടിട്ടുണ്ട്, കാട്ടുചേമ്പ് എന്താ പറയുക, കാട്ടുചേമ്പ് അങ്ങനെ സാധനം നട്ടിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ പുല്ല് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നുണ്ട്. പിന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ, ഇത് നിൽക്കുന്നത് ഒരു ചെടിയാണ്, ഇതൊരു ചെടിയാണ് കേട്ടോ, ചുമപ്പ പൂ ഉണ്ടാവും അതുമ്മ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മീനൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ, ഇതിലില്ല. എന്താണെന്ന് വെച്ചാൽ പകുതിയോളം ചത്തുപോയി, പകുതിയോളം തവളകളൊക്കെ തിന്നു. നമുക്കിത് കാണാൻ പറ്റുന്നില്ല, പുലർച്ചയ്ക്ക് വന്നിട്ടാണ് ഇവങ്ങൾ തിന്നണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ബാക്കിയുള്ളതിനൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ബ്രാലിനിട്ട് കൊടുത്തു. ഇനി രണ്ടാമത് മീൻ പിടിക്കാൻ പോകണം. ഇത് കണ്ട, ഇതിവിടെ മൊത്തം കത്തി തീർന്നല്ലോ കേട്ടോ, കുറച്ച് കത്തി തീർന്നുള്ളൂ. അതിപ്പോൾ ഇവിടെ അങ്ങനെ കിടക്കട്ടോ, അതിനുണങ്ങിയിട്ട് ഇനി കത്തിയുള്ളൂ. പിന്നെ നമ്മുടെ കോഴികൾ ഇതാണ് കേട്ടോ, അവരൊക്കെ വൈകുന്നേരത്തെ ഫുഡ് അടിച്ച് നിൽക്കണം. ഇനി വൈകുന്നേരം കൂടിയും തീറ്റിട്ട് കൊടുക്കണം. ഈ മഞ്ഞപാത്രം ഇല്ലേ, ഇതിവിടെ ഒരു മഞ്ഞപാത്രം ഇരിക്കുന്നുണ്ട്, ഇത് വേണ്ട. ആ മഞ്ഞപാത്രത്തിൻ്റെ ഉള്ളിലൊരു താറാമുട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇവള് മുട്ടയിട്ടിട്ടുണ്ട്, കുറേ നാളായിട്ട് മുട്ടയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഫ്ലെയിം ഡക്കിന് പൂമാർ വേണ്ട ആവശ്യമില്ല കേട്ടോ. അവറ്റൾക്ക് പ്രായം കഴിഞ്ഞാൽ അവറ്റകൾ നല്ല രീതിയിൽ മുട്ടയിട്ടോളും. അതായത് നല്ല രീതിയിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവറ്റകൾ മുട്ടയിട്ടോളും. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ചെയ്തിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ബൈ.